വീണ വിജയൻ ബാംഗ്ലൂരിലോട്ടും കണ്ണൂരേക്കും മാറി മാറി ഓടുകയായിരുന്നു. ഇനി പലരും ഇതുപോലെ ഓടേണ്ടി വരും. ചിലരിപ്പോ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഗർജിക്കുന്നുണ്ട് പത്രക്കാരോട്. അപ്പൊ അതൊക്കെ ഈ വെപ്രാളം പിടിച്ചതിന്റെ ലക്ഷണമാണ്. ശ്രീ രാജേന്ദ്രൻ, കർത്തയെ ഇ.ഡി. വീട്ടിൽ പോയി ചോദ്യം ചെയ്തിരുന്നു. ഈ ഇ.ഡി. എന്നാണ് ക്ലിഫ് ഹൗസിൽ വന്ന് പിണറായി വിജയൻ മകളെയും ചോദ്യം ചെയ്യുന്നത്? ഇത് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യമാണ്. എന്നാണെന്നല്ല ചോദിച്ചത്, എന്താണ് ചോദ്യം ചെയ്യാത്തത്? ഇപ്പോ നമ്മുടെ അരവിന്ദ് കേജ്രിവാളിന് പാസ്വേഡ് മറന്നുപോയെന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം പിന്നെ ഭരിക്കാൻ മറന്നുപോകുന്ന കുറ്റമുണ്ടോ? അപ്പൊ ഡൽഹിയിലെ ഭരണം കുളമായതിൽ കുഴപ്പമുണ്ടോ? അത്തരം ഒരു മുഖ്യമന്ത്രിയെ പിടിച്ചിടാൻ ധൈര്യം കാട്ടിയ ഇ.ഡി. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നില്ല? ഇതിന് പക്ഷേ BJP-ക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് ഉത്തരവുണ്ട്. അതായത് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം ലഭിക്കുക കോൺഗ്രസ്സുകാർക്കായിരിക്കും. ആ കോൺഗ്രസ്സുകാരെ എന്തിനു ജയിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയല്ല, അത് അവിടെ നിൽക്കട്ട് നിൽക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ കേജ്രിവാളിന്റെ കാര്യത്തിൽ എന്താണ്? കേജ്രിവാളിനെ അവിടുന്ന് പൊക്കി ജയിലിലിട്ടതോടുകൂടി അതിൽ കള്ളനാണെന്നുള്ളത് സത്യസന്ധതയുടെ പേരിൽ അഴിമതി വിരോധിക്കുമെന്ന പേരിൽ അധികാരത്തിലേറി അഴിമതിയുടെ രാജാവായിട്ട് മാറിയ ഒരാളിനെയാണ് ഡൽഹിക്കാർക്ക് കാണിച്ചു കൊടുത്തത്. രാജാവ് നഗ്നനാണെന്ന് ഇപ്പൊ കുട്ടികൾ പോലും തിരിച്ചറിയും. അദ്ദേഹത്തിന്റെ കൂടെ അതീഷ, അടുത്തതായിട്ട് ജയിലിൽ പോകാണ്ടിരിക്കുന്ന അതീഷ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് പിന്തുണയായിട്ട്. ഇപ്പോ ഇന്ത്യ സഖ്യം എല്ലാം അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് ക്ലിഫ് ഹൗസിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ വരികയുള്ളൂ. അത് വരിക തന്നെ ചെയ്യും. ഓരോരോ കേരളത്തിൽ താമര വിരിഞ്ഞ വരില്ല. താമര വിരിഞ്ഞു കഴിഞ്ഞാലും വരും, ഉറപ്പായിട്ടും വരും. അത് എത്രയും വേഗമാവുമെന്നേ ഉള്ളൂ. താമര വിരിഞ്ഞില്ലെങ്കിലും വരും. കേന്ദ്രത്തില് ഒരു അല്പ സമയമെടുക്കും. കാരണം അതിന്റെ എല്ലാ പഴുതുകളും അടച്ച ശേഷമേ വരൂ. കാരണം എന്തെങ്കിലും ഒരു തിരിച്ചടി കോടതി വഴി നേരിട്ട് കഴിഞ്ഞാൽ നാണക്കേടാണ് BJP-ക്ക് ആകമാനം. നാണക്കേടായി തീരാതിരിക്കാൻ വേണ്ടിയാണ് ഓരോരോ. ഇപ്പോ കർത്താവ് ഒന്നും വിവരം കൊടുക്കുന്നില്ല. കർത്താവ് ഈ കേസ് ഇ.ഡി. പരിശോധിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ആസൂത്രണവും ചെയ്തിരുന്നു. പക്ഷെ അതിനെല്ലാം തകർത്തുകൊണ്ടാണ് എന്നുള്ള ഓർമ്മ, അതിന് കെട്ടിയ മതിലുകളെല്ലാം ഇടിച്ച് തകർത്തുകൊണ്ടാണ് ഇ.ഡി. മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തന്നെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്ന് പറഞ്ഞ് കോടതിയുടെ വിധി വാങ്ങിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് വിദഗ്ധരായ അഭിഭാഷകരെ കൊണ്ട് വാദിപ്പിച്ചു. എല്ലാം പൊട്ടി ചീറ്റിയ പടക്കങ്ങളായി പോയി. വീട്ടിൽ ചെന്ന് ഇന്ന് വെള്ളിയാഴ്ച ഇതിന്റെ വിധി വരാനിരിക്കുകയാണ്. ഇന്നലെ പോയിട്ട് അവര് രാത്രി തന്നെ പോയി രായ്ക്ക് രാമായണം ചോദ്യം ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ അടക്കമുള്ള സകല രേഖകളും എടുത്തുകൊണ്ട് പോയി. അപ്പൊ ഇതിന്റെ രഹസ്യങ്ങളെല്ലാം ഇപ്പോൾ ഇ.ഡിയുടെ കയ്യിലിരിക്കുകയാണ്. ഇതുവരെയായിട്ട് എന്തിന് വീണ വിജയന് പൈസ കൊടുത്തു എന്നുള്ളതിന് ഒരു ന്യായീകരണം, ഒരു ജസ്റ്റിഫിക്കേഷൻ അത് കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചില്ല, അറിയില്ല എന്നുള്ളതാണ് ഇതുവരെ പറയുന്നത്. അപ്പൊ അത് കൈക്കൂലിയാണ്, മാസപ്പടിയാണ്, അവിഹിതമായിട്ടുള്ള ഒരു പണമിടപാടാണ്. അതാണ് മണി ലോണ്ടറിങ്. അപ്പൊ അതനുസരിച്ച് കർത്ത ജയിലിൽ പോകേണ്ടി വരും ഉടൻ തന്നെ, ശിവശങ്കരൻ പോയതുപോലെ. അപ്പൊ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പിണറായി വിജയന്റെ മതലും പോകണം. തീർച്ചയായിട്ടും അത് വരുമ്പോൾ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെന്ന് പറയാം. മുഖ്യമന്ത്രി അതിന് ഉത്തരം കൊടുക്കാതിരിക്കുക എനക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേജ്രിവാൾ പോയതുപോലെ ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു സംശയവും വേണ്ട. പാസ്വേഡ് മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കും. അങ്ങനെയുള്ള പഴുതുകളൊക്കെ വെച്ചിട്ട് അവർക്ക് വീട്ടിലിരുന്നോളൂ, ഞങ്ങൾ എന്നാ ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു ഇ.ഡി. അല്ല ഇപ്പോൾ ഉള്ളത്. കൂട്ടിലടച്ചിട്ട തത്തയല്ലാതെ പറക്കാനുള്ള, ചിറകടിച്ച് ഉയർന്നു പറക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ലഭിച്ചിരിക്കുന്ന ഒരു ഇ.ഡി.യാണ് ഇപ്പോൾ ഉള്ളത്. അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഏത് വലിയ രാഷ്ട്രീയ അധികാരികനെയും പിടിച്ച് ജയിലിൽ അടയ്ക്കാനുള്ള അധികാരമുള്ള ടി.എൻ. ശേഷന്റെ കാലത്ത് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയായിരുന്നു അതുപോലെ ഉരുക്കു മുഷ്ടിയുള്ള ഒരു സംവിധാനമായിട്ട് കഴിഞ്ഞിരിക്കുന്നു, മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പലരും ഇപ്പൊ പേടിക്കുന്നുണ്ട്. കർത്താവ് പേടിച്ച് കോടതിയിലോട്ടും വീട്ടിലോട്ടും മാറി മാറി ഓടുകയായിരുന്നു. വീണ വിജയൻ ബാംഗ്ലൂരിലോട്ടും കണ്ണൂരേക്കും മാറി മാറി ഓടുകയായിരുന്നു. ഇനി പലരും ഇതുപോലെ ഓടേണ്ടി വരും. ചിലരിപ്പോ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഗർജിക്കുന്നുണ്ട് പത്രക്കാരോട്. അപ്പൊ അതൊക്കെ ഈ വെപ്രാളം പിടിച്ചതിന്റെ ലക്ഷണമാണ്. അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ പാറയ്ക്ക് കാറ്റ് പിടിച്ചതുപോലല്ല. ഇത് ഉറച്ച പാറ എന്ന് കരുതിയിരിക്കുന്ന പാറകളെയൊക്കെ അടിയിളക്കി അടിക്കുന്ന തിരകളാണിതിപ്പോ, ഒരു സംശയമില്ല. ഈ കരിമ്പാറകളുടെയൊക്കെ അടിയിൽ ഈ തരംഗമാലകളിട്ട് അത് തകർന്ന് കേരളത്തിലെ ഇലക്ഷൻ തീരുമ്പോൾ ഇ.ഡി. ക്ലിഫ് ഹൗസിൽ വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. നന്ദി ശ്രീ രാജേന്ദ്രൻ.